കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിലപ്പെട്ട ദിവസം നമുക്ക് ദാനമായി തന്നു. അനേകർ തകർന്നുപോയ രണാങ്കണത്തിൽ ആത്മാവ് നമ്മെ വളരെ പുഷ്ടിയോടുകൂടെ നിർത്തിയ കർത്താവിൻ്റെ വലിയ തേജസ്സിനെ ആ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഈ പകലത്തെ ദൈവിക ധ്യാനം നമുക്കത് അനുഗ്രഹമായി മാറും. നമ്മുടെ ആത്മീക മനുഷ്യനെ ഒരു കരുത്തും മുൻപോട്ട് ജീവിക്കുവാൻ തക്കവണ്ണമുള്ളൊരു പ്രചോദനവും ദൈവം തരുമെന്ന് ഞാൻ ആത്മാവ് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച ഒരു വിലപ്പെട്ടൊരു വെളിപ്പാടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. 21 അധ്യായങ്ങളുള്ള വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് വിലപ്പെട്ട വെളിപ്പാടുകളുടെ വലിയൊരു നീണ്ട നിരയാണ് പരിശുദ്ധാത്മാവ് അടക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷക്തനായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാൻ എന്ന വിലപ്പെട്ട വെളിപ്പാട് ഉടമസ്ഥനായ കർത്തുദാസൻ യേശുക്രിസ്തുവിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തിയാണെന്നും അത് ലോഗോസ് എഴുതപ്പെട്ട പുസ്തകത്തിൻ്റെ വിശേഷതയാണെന്ന് ലോകത്തോട് അറിയിപ്പാൻ തക്കവണ്ണം 21 അധ്യായങ്ങളുള്ള യോഹന്നാൻ സുവിശേഷത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു. യേശു ഒരു സാധാരണക്കാരനല്ല. യേശു യഹൂദൻ മാത്രമോ, യേശു ഒരു കേവലൊരു മനുഷ്യൻ മാത്രമോ അല്ല. യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അവൻ പിതാവിൻ്റെ ഏകജാതനാണ് എന്ന് തൻ്റെ എഴുത്തുകൾ കൂടെ ശക്തമായ ഭാഷയിലാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്ന വാക്ക്. 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തെന്നും വചനം ക്രിയ ചെയ്താൽ അത് എന്തൊക്കെയായി മാറുമെന്നും ഒരു ആലോചന 1-ാം അധ്യായത്തിൽ നാം വായിച്ചു. അതിൻ്റെ 50-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഒരു ചെറുപ്പക്കാരനായ ഒരു പ്രിയപ്പെട്ട പൈതൽ, അവൻ അത്തിയുടെ കീഴിരിക്കുന്ന രംഗമാണ്. അത്തി എന്ന വാക്ക് നാം ഒന്നുകൂടി വിവേചിച്ച് കഴിഞ്ഞാൽ 2-3 ആശയമുണ്ട്. ഒന്ന്, പാരമ്പര്യത്തിൻ്റെ തെളിവ് അത്തിയാണ്. 2, നിരാശ വരുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. 3, സമയം കളയുന്ന ഒരു സാധനമാണ് ഈ അത്തി എന്ന വാക്കുകളെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് 1, ഒരു പാരമ്പര്യമെന്നോ, 2, നിരാശ വരുത്തുന്ന ഒരു അത്തി എന്നോ ഞാൻ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ നിരാശ വരുന്നത് എപ്പോഴാണ്? പ്രതീക്ഷ അറ്റുപോകുമ്പോഴാണ് നിരാശ വരുന്നത്. വിലപ്പെട്ട ആശയങ്ങൾ അകത്തുണ്ടെങ്കിലും നിരാശ എന്ന കാര്യം അകത്ത് വന്നാൽ പെട്ടെന്ന് ആ വ്യക്തിയുടെ ലൈഫ് അങ്ങ് സ്പോയിലായി. ഈ നിരാശ എന്ന യാഥാർത്ഥ്യം പല വ്യക്തികളെയും നന്നായി കാർന്നുന്ന ഒരു ക്യാൻസർ രോഗം പോലെയാണ്. പ്രയോജനപ്പെടേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല, പ്രയോജനപ്പെടേണ്ട സമയത്ത് പ്രയോജനപ്പെടുന്നില്ല. എനിക്ക് ശേഷം വന്നവരെല്ലാം എനിക്ക് മുമ്പിൽ പോയി കഴിഞ്ഞു. എന്നേക്കാൾ കഴിവില്ലാത്തവരെല്ലാം വിലപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു. എന്നോടൊപ്പം വിദ്യാഭ്യാസമില്ലാത്തവർക്ക് പോലും വളരെ അത്യുഗ്രമായ നേട്ടങ്ങൾ വെട്ടിയെടുക്കേണ്ട സമയം ആയി. അവർ ഉയർച്ചയുടെ സമയം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് പെട്ടുപോയി. എന്നെ ഒന്ന് പിടിച്ചു കയറ്റാൻ, എനിക്ക് നല്ലൊരു ആലോചന പറഞ്ഞു തരാൻ ആരുമില്ലാതിരുന്ന നിരാശനായി അത്തിയുടെ ചുവട്ടിൽ ഈ യൗവന തലമുറക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ നടന്നു വരുമ്പോൾ ഈ നഥനേൽ എന്ന് പറയുന്ന നിരാശ നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ടു. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ, ഞാൻ ഒറ്റയ്ക്കാണ് നസ്രയത്തിലേക്ക് പോകുന്നത്, നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാ, നിന്നെ ഞാൻ കൂടി കൊണ്ടുപോകാം എന്ന് പറയണമെങ്കിൽ പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ നഥനേനെ കുറിച്ച് ഒരു വലിയ വെളിപ്പാട് ഫിലിപ്പോസ് എന്ന അഭിഷക്തന് കിട്ടിയത് കൊണ്ട് അവൻ്റെ നിരാശയ്ക്ക് പരിഹാരകൻ യേശു മാത്രമാണ് എന്നുള്ള കാര്യം ഫിലിപ്പോസ് എന്ന് പറയുന്ന വിശാല ഹൃദയമുള്ള മനുഷ്യന് തോന്നിയപ്പോൾ കൂടെ കൂട്ടാൻ കൊതിച്ചു. അപ്പോൾ എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഒത്തിരി ഫിലിപ്പോസുമാരോട് പോയവനാണ്, ഒത്തിരി പ്രാർത്ഥനക്കാരടുക്കൽ പോയവരാണ്, ഒത്തിരി കൗൺസിലിംഗ് എടുത്ത് പോയതാണ്, ഒത്തിരി വ്യക്തി രക്ഷപ്പെടുത്താമെന്ന് വാക്ക് കേട്ടിട്ട് അവിടെയൊക്കെ പോയി സമയം കളഞ്ഞവനായിരിക്കാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ധ്യാന കേന്ദ്രത്തിലും പോയി, എല്ലാ വൈദികരെയും കണ്ടു, എല്ലാ പാസ്റ്റേഴ്സിനെയും കണ്ടു, എല്ലാ പ്രവാചകനെയും കണ്ടു, എല്ലാ പ്രാർത്ഥനക്കാരുടെ ഇടയിൽ പോയി തലകുനിഞ്ഞിട്ട്
എൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു നിർണയം തന്ന് അതിലേക്ക് പിടിച്ചു നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ എല്ലാം നിരാശയായി മടങ്ങി വന്നതല്ലാതെ തൻ്റെ വശം, തൻ്റെ പ്രായമെല്ലാം കടന്നു പോകുന്നു, താൻ ഉപയോഗപ്രദമാകുന്ന വ്യക്തിയായി മാറുന്നില്ല എന്ന് വന്നതുകൊണ്ട് ഫിലിപ്പോസ് എന്ന ദൈവദാസനെ വിളിച്ചപ്പോഴും താൻ പറഞ്ഞ വാക്ക്, ഓ ഞാൻ വരാൻ സാധ്യതയില്ല, എനിക്ക് താല്പര്യമില്ല എന്ന ചിന്ത വന്നു. എന്നാലും ആ ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ്റെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഒരു ചെറിയ തോന്നൽ, ഞാൻ വരാം, പക്ഷെ നസ്രയത്തിൽ വന്ന വല്ല നന്മയും കിട്ടുമോ? നോക്കണേ, ആ പദത്തിൻ്റെ ഗൗരവം ഓർത്തണം. നസ്രയത്തിൽ വന്ന വല്ല നന്മയും കിട്ടുമോ? നന്മ കിട്ടാൻ ഓടി നടന്ന് അലഞ്ഞവനാണ്. ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി പറയാം, ഒത്തിരി അലഞ്ഞവനാണ്. എൻ്റെ തലമുറ ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ ഒത്തിരി കരഞ്ഞവരാണ്, ഒത്തിരി നേർന്നവരാണ്, ഒത്തിരി പ്രാർത്ഥിച്ച് ഉപവസിച്ചവരാണ്. പക്ഷെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ ദൂത് കേൾക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ നിരാശയുടെ കെട്ടഴിപ്പാൻ ഇനി ആരെ അടുക്കൽ പോകണ്ട, ഏകൻ്റെ അടുക്കൽ മാത്രം പോയാൽ മതി. അവൻ്റെ പേരാകും നസ്രയനാം യേശു. ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ കൊച്ചു വർത്തമാനം പറയുന്നു, അച്ഛാ ഞാൻ വരാം, ഞാൻ ഓടിയോട് തളർന്നവനാണ്, എൻ്റെ കാശ് നഷ്ടപ്പെട്ടു, എൻ്റെ സമയം നഷ്ടപ്പെട്ടു, ഞാൻ പോയതിന് എനിക്ക് കണക്കില്ല, ഞാൻ അവിടെയൊക്കെ നന്മ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ വിലപ്പെട്ട സമയങ്ങൾ സ്പെൻഡ് ചെയ്തത്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ പ്രാപിപ്പാൻ പറ്റിയിട്ടില്ല. ഇനി എന്തിനാ എന്നെ വിളിച്ച് കൊണ്ടുപോയി ഞാൻ ഇവിടെ നിരാശപ്പെട്ട് മടങ്ങി വരേണ്ടി വരുമോ എന്ന ചോദ്യം തൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യത 100% ആ ഒരു വർത്തമാനം പറഞ്ഞ് യേശു നിൽക്കുന്ന നസ്രയത്തിൽ എത്തിയപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒന്നുകൂടി ആ വാക്ക് ആവർത്തിക്കാം. എന്തെങ്കിലും നന്മ കിട്ടുമോ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് നടക്കുന്നത് ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവസന്നിധി കാണുമ്പോൾ ഞാൻ ആത്മാവിൽ പറയാം, നാം ഇനി പോകുന്നത് മറുപടി തരാൻ പറ്റുന്നവൻ്റെ അടുക്കലാണ് പോകുന്നത്. യേശുവിൻ്റെ അടുക്കൽ നാഥൻ എത്തി. ഇതാ ഒരു വെളിപ്പാട് വരുന്നു. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവന് കപടമില്ല. അവൻ പോയതെന്തിനു വേണ്ടി? നന്മ കിട്ടുമെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ അവനെ സ്കാൻ ചെയ്തിട്ട് അവൻ്റെ പൂർണ്ണ രൂപവും അവൻ്റെ പൂർണ്ണ ഭാവവും അവൻ്റെ വികാരങ്ങളും അവൻ്റെ നാടി നരമ്പുകളെ മുഴുവനും സ്കാൻ ചെയ്ത് സർവജ്ഞാനിയ ദൈവം അവനോട് ദൂത് പറഞ്ഞു, ഇസ്രായേലിൽ ഇതുപോലൊരു വിലപ്പെട്ട വ്യക്തി ഇല്ല. എനിക്ക് ആ വാക്ക് പറഞ്ഞപ്പോൾ ഹൃദയത്തിന് നിയോഗം വരികയാണ്. പ്രയോജനപ്പെടേണ്ട അനവധി വ്യക്തികൾ അത്തിൻ്റെ കീഴിൽ നിരാശനായിരിക്കുന്നു. നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ വിലപ്പെട്ടവരാണ്, നിങ്ങളുടെ അകത്ത് നിഷ്കളങ്ക ഹൃദയമാണ്, നിങ്ങളുടെ അകത്ത് ആരെയും ചതിക്കണമെന്നുള്ള ഭാവമോ ചിന്തയില്ല, ആരെയും നിങ്ങൾ ചതിച്ചിട്ടുമില്ല, ഇനി ചതിക്കാൻ സാധ്യതയുമില്ല. പക്ഷെ എന്നിട്ടും ചതിക്കാത്ത ഞാൻ, ആരെയും വഞ്ചിക്കാത്ത ഞാൻ, എനിക്കാണ് ഇത്രയും പ്രയാസമെന്ന് പറഞ്ഞ് വ്യാകുലപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ സമയം പരിശുദ്ധാത്മാവിൽ നിയോഗത്താൽ ഈ ദൂത് പറയുന്നു, ദൈവം നിങ്ങളെ അത്യത്ഭുതമായി മാനിപ്പാത്തക്കവന് ക്വാളിറ്റി കണ്ടിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. മടങ്ങി വാ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വാ. അവൻ നിരാശ മാറ്റി നമ്മെ വിലപ്പെട്ട വ്യക്തിയാക്കി മാറ്റും. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, ഈ വാക്കൊന്നിനെ ആവർത്തിക്കുന്നു, നീ അതിനേക്കാൾ, നാം ഇന്ന് പ്രാപിക്കുന്നതിനേക്കാൾ, ഇന്ന് കണ്ടതിനേക്കാൾ വലിയത് കാണാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്തമുള്ളവർ അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയാം, ഇന്ന് കണ്ടതിനേക്കാൾ ഒരു വലുത് കാണാൻ പോവുകയാണ്, ഹൈഗസ്റ്റ് ലെവലിലേക്ക്. അതാണ് എഫേസ്യർ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഫെസോസ് സഭയ്ക്ക് ലേഖന വാക്ക് പ്രധാക്കും, നാം ചോദിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ശക്തിക്ക് കഴിയുമെങ്കിൽ ഇന്ന് ഞാൻ ആത്മാ പറയുന്നു, നിങ്ങൾ വലുത് കാണാൻ പോകുകയാണ്. ഇന്ന് ചെറിയ നിസ്സാരമായ പ്രാർത്ഥനയായിരിക്കാം, നിസ്സാരമായ പ്രവൃത്തിയായിരിക്കാം, നിസ്സാരമായ പോക്കായിരിക്കാം. പക്ഷെ ഇനി കാണാൻ പോകുന്നത് നിസ്സാരമായതല്ല, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായത് കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ശുഷ്കിച്ച ചിന്തകൾ, ജീവിതത്തെ ശുഷ്കിച്ച ആശയങ്ങൾ ഇന്ന് രാവിലെ മറക്കാം. ദൈവം നമ്മെ അത്ഭുതമാക്കി മാറ്റും. വിശ്വസിക്കാമോ? ഈ മീഡിയയിൽ കൂടി ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കാമോ? ഈ വർഷം, ഈ മാസം, ഈ ആഴ്ചകളിൽ അതെ ദൈവത്തിൻ്റെ അത്ഭുതം ഞാൻ കാണും. ചെറുതായിട്ടല്ല,
അത്തിയോട് ദൈവം കൽപ്പിക്കുന്നു, അത്തിയെ ഇനി ഒരിക്കലും പ്രയോജനപ്പെടുന്ന യൗവനക്കാരെ പിടിച്ച് നിൻ്റെ ചുവട്ടിലെത്തി അവർ സമയം കളയരുത്. അത്തിയെ ഇനി ഒരു കാരണവശാലും ഉയർച്ച പ്രാപിക്കേണ്ടവർ ഇവിടെ വരാൻ പാടില്ല, നീ ഇവിടെ ഇരുത്താൻ പാടില്ല, നീ അവരെ ആകർഷിക്കാനും പാടില്ല. അത്തിയോട് പറയുന്നു, വിട്ടുമാറ്, പ്രയോജനപ്പെടുക, നസ്രത്ത് വിട്ടുതാ, ഞാനത് ഉപയോഗിക്കട്ടെ. ഇന്ന് രാവിലെ നിസ്സാര ആ വിഷയങ്ങളുമായിട്ട് നിരാശരായി, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഡൗണായി, ചില കേൾവികൾ നമ്മെ മാനസികമായിട്ട് ഭാരപ്പെടുത്തി ഇരിക്കാം. പക്ഷേ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിങ്ങളെ അത്ഭുതമാക്കും. നിങ്ങളുടെ അത്ഭുതമാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറ അത്ഭുതമാണ്. നിങ്ങൾ വിശാലത പ്രാപിക്കേണ്ടവരാണ്. ഇനി ഒരു കാരണവശാലും ദുഷ്ടപിശാച് നിങ്ങൾ തൊടാൻ തക്കണ സാധ്യതയില്ല. നിങ്ങളിപ്പോൾ യേശുവിൻ്റെ അടുക്ക വന്നു, ആ നദനിൽ യേശുവിൻ്റെ അടുക്ക വന്നു. നിങ്ങളിപ്പോൾ ആ നദൻ്റെ മുഖം നോക്കിയേ, പ്രതീക്ഷയ്ക്ക് വകയില്ലേ? ഒരു സൂര്യനെ പോലെ മുഖം ശോഭിക്കുന്നില്ലേ? വരേണ്ടവൻ്റെ അടുക്കൽ വന്നാൽ ലഭിക്കേണ്ട വ്യക്തമായ ആലോചന കിട്ടും. ആലോചന പ്രാപിച്ചിട്ട് കളയുന്നല്ല, അതിൻ്റെ പൂർത്തികൾ എത്തിക്കും. ഈ രാവിലെ സന്തോഷത്തോടെ പറയാം, ദൈവമേ, ഈ വെളിപ്പാട് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ നിരാശ ഇന്ന് രാവിലെ മാറും, എൻ്റെ ഭാരം ഇന്ന് രാവിലെ മാറും, എൻ്റെ പരിമിതി ഇന്ന് രാവിലെ മാറും, എൻ്റെ എല്ലാ കെടുതികളും കർത്താവ് മാറ്റും. ഞാനൊരു അത്ഭുതമായി മാറും. താങ്ക് യു ലോർഡ്. ഞാനൊരു അത്ഭുതമായി മാറും. വിശ്വസിക്കാമോ? ഞാനൊരു അത്ഭുതമായി മാറും. അതുകൊണ്ട് അത്തിയുടെ കെട്ടിന് ദൈവം ഇന്ന് രാവിലെ ശാസിക്കുന്നു. ക്രിസ്തുവിൻ്റെ വിശേഷത കൊണ്ട് കർത്താവ് പൊതിയുന്നു. ഒരു വിശേഷമായ അന്തരീക്ഷത്തിൽ ദൈവം കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അത്തിയുടെ കീഴിലല്ല, ക്രിസ്തുവിൻ്റെ കീഴിലേക്ക്, അവർ അത്തിയുടെ സ്വഭാവത്തിലല്ല, ക്രിസ്തു സ്വഭാവത്തിലേക്ക്, അവർ അത്തിയുടേതായ സീസണിൽ രക്ഷപ്പെടേണ്ടവരല്ല, 24 മണിക്കൂറും രക്ഷപ്പെടേണ്ടവർ, സീസണിൽ ഫലം കായ്ക്കേണ്ടവരല്ല, എല്ലാ സമയത്തും ഫലം കായ്ക്കുന്നവരായി. ഒരിക്കലും അടഞ്ഞ അധ്യായമല്ല, ഓരോ ഓപ്പണാകുന്ന മേഖല. ഇന്ന് ദൈവം കൊടുത്തതിന് നന്ദി കർത്താവേ. വിദ്യാഭ്യാസം ഉണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, നല്ല ലാംഗ്വേജസ് കൈകാര്യം ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്, നല്ല അവസരങ്ങൾ മുമ്പിലുണ്ട്. പക്ഷെ നിരാശ കൊണ്ട് പൊതിഞ്ഞ് വീട്ടിനകത്ത് ഒതുക്കി വച്ചിരിക്കുന്നവരെ ഞാൻ ഇന്ന് രാവിലെ ഡിപ്രഷൻ സ്പിരിറ്റിനെ ഞാൻ ഇന്ന് രാവിലെ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഡിപ്രഷൻ സ്പിരിറ്റ് മാറട്ടെ. ഓ, ഭയത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു, നിരാശയുടെ ആത്മാവിനെ ശാസിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവരിലേക്ക് ഇറങ്ങട്ടെ. ഒരു വലിയ മാറ്റം അവർക്ക് ദൈവം നൽകുന്നതിന് കൃപയ്ക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തുടർമാനം ദൈവത്തെ ആരാധിക്കണമെന്നോ, ദൈവത്തിൻ്റെ അരുളപ്പാട് അനുഭവിക്കണമെന്നോ, നല്ലൊരു കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെന്നോ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഫെയ്ത്ത് അലൈവ് AG സിറ്റി വർഷിപ്പ് സെൻറ്റർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം MG കോളേജിന് തൊട്ട് മുമ്പിലുള്ള വർഷിപ്പ് സെൻറ്ററിൽ രാവിലെ 6 മണിക്ക് വർഷിപ്പുണ്ട്. മറ്റ് ദിവസങ്ങൾ കൂട്ടായ്മ നിങ്ങൾക്ക് അറിയുവാൻ പറ്റും. ദയവായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ദൈവം അത്ഭുതം ചെയ്യും. God bless you all. God bless you all. God bless you.